പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ അമ്പെയ്ത്ത് പരിശീലിപ്പിക്കുകയായിരുന്നു. ഒരു കൃത്രിമ പക്ഷിയെ ഉണ്ടാക്കി പക്ഷിയുടെ കണ്ണിൽ വെച്ചുകൊണ്ട് അമ്പ് ചെയ്യുക അദ്ദേഹം നിർദ്ദേശിച്ചു. അമ്പെയ്യുവാൻ തയ്യാറായി നിന്ന ഒന്നാമത്തെ ശിഷ്യനോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞു, മരങ്ങൾ, ശിഖരങ്ങൾ, ഇലകൾ, കമ്പുകൾ, പക്ഷിയുടെ കണ്ണിൽ. അവൻ അമ്പെയ്തു, പക്ഷേ ഉന്നം തെറ്റി. രണ്ടാമത്തെ ശിഷ്യൻ പറഞ്ഞു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നു. അവൻ അമ്പെയ്തു, ഉന്നം പിഴച്ചില്ല. നമ്മുടെ മനസ്സിന് അപാര കഴിവുണ്ട്. എന്താണോ മനസ്സ് വിശ്വസിക്കുന്നത് അത് നടക്കും. വിശ്വാസത്തിനനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിക്കും. മനസ്സിലെ പ്രതീക്ഷകളും വിശ്വാസങ്ങളുമാണ് യാഥാർത്ഥ്യമാകുന്നത്. കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രെയിൻ ആ വഴി തേടും. മനസ്സും ശരീരവും ആത്മാവും അതിനുവേണ്ടി ചിന്തിക്കും, പ്രവർത്തിക്കും. ഓരോ സമയവും അതിലേക്കുള്ള ചുവടുവെപ്പുകളായിരിക്കും. മറ്റുള്ളവയെ തട്ടിമാറ്റി ആ വിഷയത്തിലേക്ക് എത്തിക്കും. ചിന്തയെ ചിതറരുത്. കുറേ പരന്ന സ്വപ്നവുമായി നടക്കാതെ ഒന്നിൽ കേന്ദ്രീകരിക്കുക. ഇത്ര വർഷത്തിനുള്ളിൽ ഇന്നതൊക്കെ നേടാമെന്ന് മനസ്സിന് നിർദ്ദേശം കൊടുക്കുക. കഠിനാധ്വാനം കൊണ്ട് മാത്രം പണം നേട്ടമുണ്ടാക്കാനാവില്ല. ബുദ്ധി ഉപയോഗിക്കണം. ബ്രെയിനിനെ അതിനുവേണ്ടി സജ്ജീകരിച്ചു തലച്ചോറിനെ ഉപയോഗപ്പെടുത്തണം. എപ്പോഴും ചിന്തിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക. മനസ്സ് വിചാരിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതുണ്ടോ? ആ വഴിയിലേക്ക് ചിന്തകൾ പോകില്ലേ? അതിനുള്ള വഴികൾ കാണില്ല. സ്വപ്നം നേടുന്നതിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുമുണ്ട്. എങ്കിൽ നേട്ടം ഉറപ്പാണ്. എന്ത് നേടിയെടുക്കുന്നു എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് തീർച്ചയായും നേടിയെടുക്കാൻ കഴിയും. സ്വന്തം ശക്തിയും ബുദ്ധിയും കൊണ്ട് ലോകത്തിൻ്റെ ഏത് ഉയരത്തോളവും എത്താമെന്ന് ആൻഡ്രൂ കാർണിജിയും ഹെൻറി ഫോർഡും റോക്ക്ഫെല്ലറും എഡിസനുമൊക്കെ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു. അവർ വെട്ടിപ്പിടിച്ച മേഖല ഏതുമാകട്ടെ പരിശ്രമം കൊണ്ട് വിജയം നേടിയല്ലേ. എഡ്വേർഡ് എവറസ്റ്റ് ഹോൾ ഇങ്ങനെ എഴുതി, ഞാൻ ഒന്നേയുള്ളൂ എങ്കിൽ ഞാൻ ഒന്നുണ്ട്. എനിക്കെല്ലാം സാധിക്കുകയില്ല, എങ്കിലും ചിലത് സാധിക്കും. എനിക്കെല്ലാം സാധിക്കില്ലെന്നതുകൊണ്ട് സാധിക്കുന്നത് ചെയ്യാതിരിക്കാനാവില്ല.